മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ന്യായാധിപന്മാരുടെ കാലത്ത് അയൽ രാജ്യത്തിൻ്റെ അടിച്ചമർത്തലിൽ നിന്നും ഇസ്രായേലിനെ വിമോചിപ്പിക്കുവാൻ ദൈവം ഉയർത്തിയ പ്രവാചികയും ന്യായാധിപയുമായ ദെബോറയെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. അവളുടെ പേരിൻ്റെ അർത്ഥം തേനീച്ച എന്നാണ്. അത് അവളുടെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്ന ഉത്സാഹത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഫലപ്രദമായ സേവനത്തിൻ്റെയും പ്രതീകമാണ്. ഒരേ വനിത തന്നെ പ്രവാചികയും ന്യായാധിപതിയും ആയി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ദെബോറായുടെ പ്രത്യേകതയായി കാണപ്പെടുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. ആത്മീയ അധികാരവും ദേശീയ നേതൃത്വവും സംയോജിപ്പിച്ച വ്യക്തിയായിരുന്നു അവൾ. ഭയം, വിഭജനം, ധാർമ്മിക തകർച്ച എന്നിവ നിറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം അവളെ ധീരയും വിശ്വസ്തയുമായ നേതാവായി ഉയർത്തി. അതുവഴി ഇസ്രായേലിന് വീണ്ടും പ്രത്യാശയും വിമോചനവും കൈവന്നു. ഒരു പ്രവാചക എന്ന നിലയിൽ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഒരു ന്യായാധിപയായി അവൾ തർക്കങ്ങൾ പരിഹരിക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ദൈവനാമത്തിൽ അവൾ സംസാരിക്കുകയും അവിടുത്തെ കൽപ്പന ബാറക്കിനെ അറിയിക്കുകയും ചെയ്തു. ന്യായാധിപന്മാർ 4:6. ആ കാലഘട്ടത്തിൽ ദൈവം നിയോഗിച്ച ന്യായാധിപൻ ഒരു വിമോചകൻ കൂടിയായിരുന്നു. അതിനാൽ ദെബോറ ഇസ്രായേലിനെ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിക്കുകയും കർത്താവിൻ്റെ ഭരണത്തിന് കീഴിൽ അവർക്ക് സമാധാനം നൽകുകയും ചെയ്തു. ദെബോറയുടെ ഈന്തപ്പന. എഫ്രയീം മലനാട്ടിലെ റാമയ്ക്കും ബഥേലിനും ഇടയിലെ ഒരു ഈന്തപ്പന ചുവട്ടിലാണ് ദെബോറ ന്യായവിധി നടത്തിയിരുന്നത്. അതിനാൽ പിന്നീട് ആ വൃക്ഷം ദെബോറയുടെ ഈന്തപ്പന എന്ന് അറിയപ്പെട്ടു. ന്യായാധിപന്മാർ 4-ാം അധ്യായം 5-ാം വാക്യം. ന്യായവിധിക്കായി ഇസ്രായേല്യർ അവളുടെ അടുക്കൽ വന്ന് നീതിയും ഉപദേശവും മാർഗനിർദ്ദേശവും തേടിയിരുന്നു. ആളുകൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും പരസ്യമായി ഒത്തുകൂടാൻ കഴിയുന്നതുമായ പൊതുസ്ഥലമായിരുന്നതിനാലാണ് ദെബോറ ആ ഈന്തപ്പന ചുവട് ന്യായവിധിക്കായി തിരഞ്ഞെടുത്തത്. അങ്ങനെ ദൃശ്യവും മാന്യവുമായ രീതിയിൽ അധികാരം പ്രയോഗിച്ചതിനാൽ ആ സാഹചര്യം സുതാര്യതയും എളിമയും പ്രതിഫലിപ്പിച്ചു. മാത്രമല്ല, ഒരു വനിത എന്ന നിലയിൽ പുരുഷന്മാരുമായുള്ള തൻ്റെ ഇടപെടൽ സ്വകാര്യ ഇടത്തിൽ അല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കി. അങ്ങനെ അവളുടെ നേതൃത്വം വിശ്വസ്തവും ദൈവസേവനത്തിൽ കേന്ദ്രീകരിച്ചതുമാണെന്ന് വ്യക്തമാക്കി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈന്തപ്പന നീതിയുടെ പ്രതീകമാണ്. നീതിമാന്മാർ ഈന്തപ്പന പോലെ തഴയ്ക്കും എന്നാണ് സങ്കീർത്തനം 92-ാം അധ്യായം 12 പറയുന്നത്. അങ്ങനെ ദെബോറയുടെ ന്യായവിധി സ്ഥലം നേരും സ്ഥിരതയുള്ളതും ജനമധ്യേ ദൃശ്യവുമായിരുന്നു. അത് അവളുടെ സൽസ്വഭാവത്തെ പ്രതിഫലിപ്പിച്ചു. തൽഫലമായി ദെബോറയുടെ ഈന്തപ്പന കർത്താവിനോടുള്ള വിശ്വസ്തതയിൽ വേരൂന്നിയ നീതിനിഷ്ഠവും ആത്മാവിൽ നയിക്കപ്പെടുന്നതുമായ അവളുടെ നേതൃത്വത്തിൻ്റെ അടയാളമായി മാറി. അക്കാലത്തെ ചരിത്ര പശ്ചാത്തലം വിലയിരുത്താം. ജോഷുവയുടെ മരണശേഷം ഇസ്രായേൽ അസ്ഥിരതയുടെ ഒരു കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അവർ വാഗ്ദത്ത ദേശത്ത് സ്ഥിരതാമസമാക്കിയെങ്കിലും എല്ലാ കാനാന്യരെയും തുരത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം. ഈ അപൂർണമായ അനുസരണം അവരെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ ഒരു ആവർത്തന ചക്രം അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ പാപം ചെയ്തു, അതിനാൽ ദൈവം വിദേശ അടിച്ചമർത്തൽ അനുവദിച്ചു. സഹനം വർദ്ധിച്ചപ്പോൾ ജനം ദൈവത്തെ വിളിച്ച് നിലവിളിച്ചു. അവരെ രക്ഷിക്കാൻ കർത്താവ് ഒരു ന്യായാധിപനെ എഴുന്നേൽപ്പിച്ചു. ഏതാനും നാളത്തെ സമാധാനത്തിന് ശേഷം വീണ്ടും അവർ പാപം ചെയ്ത് എല്ലാം ആവർത്തിക്കുന്നു. ഒത്നിയേലായിരുന്നു ആദ്യത്തെ ന്യായാധിപൻ. ഇസ്രായേലിനെ അദ്ദേഹം മെസൊപ്പൊട്ടേമിയ രാജാവിൽ നിന്ന് സ്വതന്ത്രമാക്കി. തുടർന്ന് 40 വർഷത്തെ സമാധാനം ലഭിച്ചു. ന്യായാധിപന്മാർ പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. അദ്ദേഹത്തിന് ശേഷം യേഹൂദ് ജനങ്ങളെ മോവാബിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതുവഴി 80 വർഷത്തെ സമാധാനമുണ്ടായി. ന്യായാധിപന്മാർ 3-ാം അധ്യായം 12 മുതൽ 30 വരെ വാക്യങ്ങൾ. ഫിലിസ്ത്യരെ പരാജയപ്പെടുത്തി ഷംഗാർ ഇസ്രായേലിനെയും രക്ഷിച്ചു. ന്യായാധിപന്മാർ 3:31. എങ്കിലും ആ ന്യായാധിപന്മാർ മരിച്ചതിന് ശേഷം അനുസരണക്കേടിന് ചക്രം ആവർത്തിച്ചു. യാബീൻ രാജാവും അവൻ്റെ സൈന്യാധിപനായ സീസേറയെയും കുറിച്ച് നമുക്ക് നോക്കാം. ഇസ്രായേൽ വീണ്ടും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തിന്മ ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. വടക്കൻ കാനാനിലെ കോട്ട കെട്ടിയ ഹസോർ എന്ന നഗരത്തെ ഭരിച്ചിരുന്ന യാബീൻ രാജാവ് ഇത്തവണ അവരെ അടിച്ചമർത്തി. ന്യായാധിപന്മാർ 4:2. ഹസോർ നഗരത്തെ ജോഷുവ പരാജയപ്പെടുത്തി ചുട്ടുകളഞ്ഞിരുന്നു. ജോഷുവയുടെ 11-ാം അധ്യായം 10 മുതൽ 13 വരെ വാക്യങ്ങൾ.
എങ്കിലും ന്യായാധിപന്മാരുടെ കാലമായപ്പോഴേക്കും അത് വീണ്ടും ശക്തി പ്രാപിച്ചു. വടക്കൻ ഇസ്രായേലിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഒരു രാഷ്ട്രീയ ഭരണാധികാരിയായിരുന്നു യാബീൻ. അദ്ദേഹം രാജാവായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ സൈനിക ബലം പ്രധാനമായും തൻ്റെ സൈന്യാധിപനായ സിസേറയെ ആശ്രയിച്ചിരുന്നു. സിസേറയ്ക്ക് വളരെ ശക്തമായ ഒരു സൈന്യമുണ്ടായിരുന്നു. അവൻ 900 ഇരുമ്പ് രഥങ്ങൾ നയിച്ചിരുന്നു. ന്യായാധിപന്മാർ 4-ാം അധ്യായം 3-ാം വാക്യം. അക്കാലത്തെ ഏറ്റവും ശക്തമായ ആയുധങ്ങളായിരുന്നു അവ. ഈ രഥങ്ങൾ സമതല പ്രദേശത്ത് അവൻ്റെ സൈന്യത്തെ വേഗതയുള്ളതും പരാജയപ്പെടുത്തുവാൻ അസാധ്യവുമാക്കി. പ്രത്യേക ഗോത്രങ്ങളായി വേർതിരിക്കപ്പെട്ട ഇസ്രായേലിനാകട്ടെ ആയുധങ്ങളും സൈനിക ശക്തിയും കുറവായിരുന്നു. മാനുഷികമായി പറഞ്ഞാൽ അവർക്ക് അത്തരം ശക്തിയെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. 20 വർഷക്കാലം സിസേറ ഇസ്രായേലിനെ ക്രൂരമായി പീഡിപ്പിച്ചു. ന്യായാധിപന്മാർ 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ജനം വളരെയധികം കഷ്ടപ്പെടുകയും നിസ്സഹായരായി മാറുകയും ചെയ്തു. ഒടുവിൽ വേദനയും അപമാനവും ഏറിയപ്പോൾ അവർ സഹായത്തിനായി കർത്താവിനോട് നിലവിളിച്ചു. ന്യായാധിപന്മാർ 4:3. അവരുടെ നിലവിളി ദെബോറയിലൂടെയും ബാറക്കിലൂടെയും ദൈവത്തിൻ്റെ കരുണാമയമായ ഇടപെടലിന് വഴി തുറന്നു. ഇനി ദെബോറയെയും ബാറക്കിനെയും കുറിച്ച് ചിന്തിക്കാം. തർക്കങ്ങൾ പരിഹരിച്ചിരുന്ന ദെബോറ ദൈവം നിശ്ചയിച്ച വിമോചന സമയം ആസന്നമായപ്പോൾ നിർണായകമായി പ്രവർത്തിച്ചു. അവൾ ബാറക്കിനെ വിളിച്ച് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു, നീ നഫ്താലിയുടെയും സെബുലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് 10,000 പേരെ താബോർ മലയിൽ അണിനിരത്തുക. രഥങ്ങളോടും സൈന്യങ്ങളോടും കൂടെ യാബിൻ്റെ സേനാപതി നെസോറ കിഷോർ നദിയുടെ സമീപത്ത് വെച്ച് നിന്നെ എതിർക്കാൻ ഞാൻ ഇടയാക്കും. ഞാൻ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ന്യായാധിപന്മാർ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നഫ്താലിയിലെ കേദേശിൽ നിന്നുള്ള അബീനോവാമിൻ്റെ മകനായിരുന്നു ബാറക്ക്. അയാൾ യാബീൻ്റെ അടിച്ചമർത്തൽ ഏറെ അനുഭവപ്പെട്ട പ്രദേശത്താണ് വസിച്ചിരുന്നത്. ന്യായാധിപന്മാർ 4:6. ബാറക്കിൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ച് പരിമിതമായ അറിവേ ബൈബിളിൽ നിന്ന് ലഭിക്കുന്നുള്ളൂവെങ്കിലും അദ്ദേഹം ആദരണീയനായ ഒരു നേതാവും വിശ്വാസ സ്ഥിരതയുമുള്ളവനായി അനുസ്മരിക്കപ്പെടുന്നു. ഹെബ്രായരുടെ പുസ്തകം 11-ാം അധ്യായം 32-ാം വാക്യം. സീസറയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ദൈവം ബാറക്കിനെ തിരഞ്ഞെടുത്തതിനാലാണ് ദെബോറ അദ്ദേഹത്തെ വിളിച്ചത്. പ്രവാചക എന്ന നിലയിൽ നഫ്താലിയിൽ നിന്നും സെബ്ലൂണിൽ നിന്നും ജനത്തെ കൂട്ടിച്ചേർക്കാനുള്ള കർത്താവിൻ്റെ കൽപ്പന അവൾ അറിയിച്ചു. ന്യായാധിപന്മാർ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ. തൻ്റെ സ്വന്തം താല്പര്യത്താലല്ല, മറിച്ച് ഇസ്രായേലിൻ്റെ വിമോചനത്തിനായുള്ള ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായാണ് അവൾ പ്രവർത്തിച്ചത്. എങ്കിലും ശത്രുവിൻ്റെ ഇരുമ്പ് രഥങ്ങൾ കാരണം ബാറക്ക് ഭയത്തോടെ മടിച്ചു നിന്നു. അതിനാൽ അദ്ദേഹം പറഞ്ഞു, നീ എന്നോടുകൂടെ വന്നാൽ ഞാൻ പോകാം, ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. ന്യായാധിപന്മാർ 4-ാം അധ്യായം 8-ാം വാക്യം. അതിശക്തനായ ശത്രുവിൻ്റെ മുമ്പാകെ തൻ്റെ ബലഹീനതയെക്കുറിച്ചുള്ള അവബോധവും തന്നോടൊപ്പം യുദ്ധത്തിന് പോകുന്ന പ്രവാചകയിലൂടെ ദൈവസാന്നിധ്യം ഉറപ്പാക്കാനുള്ള ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയിൽ പ്രകടമായി. ദെബോറ ബാറക്കിനൊപ്പം യുദ്ധത്തിന് പോകാൻ സമ്മതിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പരമാധികാരവും ബാറക്കിന് ബഹുമാന നഷ്ടവും വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അവൾ പ്രവചിച്ചു. ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം, പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കുകയില്ല. കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും. ന്യായാധിപന്മാർ 4:9. ഈ പ്രവചനം ബാറക്കിനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പുറത്താക്കുകയല്ല, മറിച്ച് യുദ്ധവിജയത്തിൻ്റെ അന്തിമ ബഹുമതി ദൈവം അപ്രതീക്ഷിതമായി തിരഞ്ഞെടുത്ത ഒരു വനിതയ്ക്കായിരിക്കുമെന്ന് മുൻകൂട്ടി വ്യക്തമാക്കുകയായിരുന്നു. നഫ്താലി സെബുലൂൺ ഗോത്രങ്ങളിൽ നിന്ന് 10,000 പുരുഷന്മാരെ ബാറക്ക് സമാഹരിച്ചു. ദെബോറ അവനോടൊപ്പം താബോർ മലയിലേക്ക് പോയി. ന്യായാധിപന്മാർ 4:10. അക്കാലത്ത് തൻ്റെ ബന്ധുക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് കേന്യനായ ഹേബർ കാദേശിനടുത്ത് കൂടാരമടിച്ചിരുന്നു. ന്യായാധിപന്മാർ 4:11 ഈ പരാമർശം നമ്മെ പിന്നീടുള്ള നിർണായക സംഭവത്തിന് സജ്ജമാക്കുന്നു. ഇനി കേന്യരുടെ പശ്ചാത്തലം നോക്കാം. കേന്യർ ഇസ്രായേലിൽപ്പെട്ടവരല്ല. അവർ മോശയുടെ അമ്മായിയപ്പൻ്റെ പിൻതലമുറക്കാരെന്ന നിലയിൽ ഇസ്രായേലുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ്. ന്യായാധിപന്മാർ 10:29, 4:11. അവർ ഇസ്രായേലിനൊപ്പം യാത്ര ചെയ്ത് അവരുടെ ഇടയിൽ കാനാനിൽ സ്ഥിരതാമസമാക്കിയിരുന്നു. ന്യായാധിപന്മാർ 1:16. വ്യത്യസ്തവും നാടോടികളുമായ ഈ വംശം ഇസ്രായേലുമായി സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്നു. നഫ്താലിയിലെ കേദേശിനടുത്തുള്ള തൻ്റെ ബന്ധുക്കളിൽ നിന്നും ഹേബർ വേർപിരിഞ്ഞത് അവനെ ഇസ്രായേലിയുടെ ശത്രുക്കളായ യാബിൻ്റെ ശക്തികേന്ദ്രമായ ഹസോറിനടുത്തുള്ള വടക്കൻ പ്രദേശത്ത് എത്തിച്ചു. കേന്യർ നാടോടികളായ കൂടാരവാസികളായിരുന്നതിനാൽ അത്തരം കുടിയേറ്റങ്ങൾ
മേച്ചിൽപ്പുറങ്ങൾ, വ്യാപാരം, സുരക്ഷ എന്നിവയ്ക്കായുള്ള അവരുടെ സാധാരണ നീക്കത്തിൻ്റെ ഭാഗമായിരിക്കാം. ന്യായാധിപന്മാർ 4:17 അക്കാലത്ത് ഹസോർ രാജാവായ യാബീൻ കേന്യനായ ഹേബറിൻ്റെ കുടുംബവുമായി സൗഹൃദത്തിലായിരുന്നുവെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് പ്രായോഗികമായ സുരക്ഷിതവാസവും ആക്രമണരഹിത ബന്ധവും ഉറപ്പാക്കുന്നതിനായിരുന്നു. ദൈവശാസ്ത്ര വീക്ഷണത്തിൽ ആ നടപടി പിന്നീട് ദൈവിക പദ്ധതിക്ക് വഴിയൊരുക്കി. കാരണം അവൻ്റെ ഭവനത്തിലാണ് പിന്നീട് യുദ്ധത്തിൽ പരാജയപ്പെട്ട സിസേറ അഭയം തേടുകയും കൊല്ലപ്പെടുകയും ചെയ്തത്. ഇനി ബാറാക്കും സിസേറയും തമ്മിലുണ്ടായ പോരാട്ടത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നോക്കാം. ബാറക്ക് താബോർ മലയിൽ തൻ്റെ സൈന്യത്തെ അണിനിരത്തിയെന്ന് കേട്ടപ്പോൾ സിസേറ 900 ഇരുമ്പ് രഥങ്ങൾ ഉൾപ്പെടെ തൻ്റെ എല്ലാ സൈന്യങ്ങളെയും ആ മലയുടെ താഴ്വരയിൽ കൊണ്ടുവന്നു. ന്യായാധിപന്മാർ 4:12-13 വാക്യങ്ങൾ. അവൻ്റെ രഥങ്ങൾ ഭയം ജനിപ്പിക്കുന്നത് ശത്രുനിരയെ നിഷ്പ്രയാസം തകർക്കാനും കാലാൾപ്പടയെ തുരത്താനും കൽപ്പുള്ളതായിരുന്നു. അതിനാൽ വിജയം തനിക്ക് സുനിശ്ചിതമാണെന്ന് അയാൾ കരുതിയിരിക്കണം. ഇസ്രായേലിൻ്റെ സൈന്യത്തിൽ ഭൂരിഭാഗവും സൈനിക പരിശീലനം സിദ്ധിക്കാത്ത കാലാൾപ്പടയാളികളായിരുന്നു. മാനുഷിക വീക്ഷണത്തിൽ അവർ ദുർബലരായിരുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ വിജയം ആയുധങ്ങളെയോ തന്ത്രങ്ങളെയോ ആശ്രയിച്ചല്ല, ദൈവത്തിൻ്റെ പരിപാലനയിലായിരുന്നു. നിർണായക സമയത്ത് ദെബോറ ബാറക്കിനോട് പറഞ്ഞു, മുന്നേറുക, കർത്താവ് സിസേറിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ് ഇത്. നിന്നെ നയിക്കുന്നത് കർത്താവല്ലേ. ന്യായാധിപന്മാർ 4:14. ബാറക്ക് തൻ്റെ 10,000 പേരോടൊപ്പം താബോർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. അടുത്തതായി എന്താണ് സംഭവിച്ചത് എന്ന് ന്യായാധിപന്മാർ 4:15 ഇപ്രകാരം രേഖപ്പെടുത്തുന്നു. കർത്താവ് സിസേറിയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുൻപിൽ വെച്ച് വാൾമുനയാൽ ചിതറിച്ചു. സിസേറ രഥത്തിൽ നിന്നിറങ്ങി പലായനം ചെയ്തു. ഈ പ്രസ്താവന വിജയം ഇസ്രായേലിൻ്റെ സൈനിക ശക്തിയുടെ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വഴിയാണെന്ന് ഊന്നിപ്പറയുന്നു. സിസേറയുടെ സൈന്യത്തിനുണ്ടായ പരിഭ്രാന്തി ദൈവം അയച്ച ഒരു അപ്രതീക്ഷിത പ്രകൃതി വിക്ഷോഭം മൂലമായിരുന്നെന്ന് കരുതപ്പെടുന്നു. ന്യായാധിപന്മാർ 5-ാം അധ്യായത്തിലെ ദെബോറയുടെ ഗീതം എന്താണ് സംഭവിച്ചതെന്ന് കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നുണ്ട്. യുദ്ധത്തിൽ പ്രകൃതിയുടെ പങ്കിനെ അത് വിവരിക്കുന്നു. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി. കിഷോൺ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൺ പ്രവാഹം, എൻ്റെ ആത്മാവെ ശക്തിയോടെ മുന്നേറുക. അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു, അവ കുതിച്ചു കുതിച്ച് പാഞ്ഞു. ന്യായാധിപന്മാർ 5-ാം അധ്യായം 20 മുതൽ 22 വരെ വാക്യങ്ങൾ. പല ബൈബിൾ വ്യാഖ്യാതാക്കളും ഇങ്ങനെ പെട്ടെന്നുള്ള പേമാരി മൂലം കിഷോൺ നദിയെ കരകവിഞ്ഞൊഴുകാൻ കാരണമാക്കിയെന്ന് കരുതുന്നു. നിലം ചെളി നിറഞ്ഞതായി മാറുമ്പോൾ സിസേറയുടെ ഇരുമ്പ് രഥങ്ങൾ അതിൽ ആണ്ട് ഫലപ്രദമല്ലാതാകും. ഈ അർത്ഥത്തിൽ ഇസ്രായേൽ ചെങ്കടൽ കടക്കുമ്പോൾ കർത്താവ് ചെയ്തതുപോലെ ദൈവം തൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉപകരണങ്ങളായി പ്രകൃതി ശക്തിയെ ഉപയോഗിച്ചു. അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭം സിസേറയുടെ സൈന്യത്തിനിടയിൽ പരിഭ്രാന്തി പരത്താനും മനോവീര്യം നഷ്ടപ്പെടുത്തി അവരെ ചിതറിക്കാനും ഇടയാക്കി. കാലാവസ്ഥയും മനുഷ്യവികാര വിക്ഷോഭങ്ങളും യുദ്ധക്കളകത്തിലെ ആശയക്കുഴപ്പങ്ങളും അപ്പോൾ ദൈവിക നിയന്ത്രണത്തിലായിരുന്നു. പഴയ നിയമത്തിൽ മറ്റിടങ്ങളിൽ സമാനമായ പദപ്രയോഗങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ചെങ്കടലിൽ ഈജിപ്ത് സൈന്യത്തെ ദൈവം ആശയക്കുഴപ്പത്തിലാക്കിയതായി പുറപ്പാടിൻ്റെ 14-ാം അധ്യായം 24-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. സിസേറ തൻ്റെ രഥം ഉപേക്ഷിച്ച് കാൽനടയായി ഓടിപ്പോയി. ന്യായാധിപന്മാർ 4:15. തുടർന്ന് ബാറക്ക് രഥങ്ങളെയും സൈന്യങ്ങളെയും ഹറോഷത്ത് ഹഗോയിം വരെ അനുധാവനം ചെയ്തു. സിസേറയുടെ സൈന്യം മുഴുവൻ വാളിനിരയായി, ഒരുവൻ പോലും അവശേഷിച്ചില്ല. ന്യായാധിപന്മാർ 4:16. ഇനി കേന്യശ്രീയായ ജായേലിൻ്റെ ധീര പ്രവൃത്തി നോക്കാം. ജാബിനും ഹേബറും തമ്മിൽ സമാധാനം നിലനിന്നിരുന്നതിനാൽ ഇപ്പോൾ ഒറ്റപ്പെട്ട് ക്ഷീണിതനും നിരാശനുമായ സിസേറ കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലിൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. ന്യായാധിപന്മാർ 4:17. ഇതിനർത്ഥം ഹേബറിൻ്റെ കുടുംബത്തിന് ജാബിനുമായി സമാധാനപരമോ നിഷ്പക്ഷമോ ആയ ബന്ധമുണ്ടായിരുന്നുവെന്നാണ്. ആഴത്തിലുള്ള ഒരു സഖ്യത്തെക്കാൾ ആക്രമണരഹിതമായ ഒരു ധാരണയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ സമാധാനപരമായ ബന്ധം കാരണം ജായേലിൻ്റെ കൂടാരത്തിൽ താൻ സുരക്ഷിതനായിരിക്കുമെന്ന് സിസേറ കരുതി. അയാളുടെ കാഴ്ചപ്പാടിൽ സുരക്ഷിതവും സൗഹൃദപരവുമായ സ്ഥലത്താണ് അഭയം തേടിയത്. എങ്കിലും മനുഷ്യ കരാറുകൾ ദൈവിക പദ്ധതിയെ മറികടന്നില്ല. ജാബിനും ഹെബറും തമ്മിലുണ്ടായിരുന്ന സമാധാന ഉടമ്പടി
സിസേറയുടെ ആത്മവിശ്വാസത്തെ ഉയർത്തിയെങ്കിലും ദൈവം യായേലിലൂടെ ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യത്തിന് അപ്രതീക്ഷിതമായി വഴിയൊരുക്കി. ഈ രംഗത്തിൽ യായേലിൻ്റെ ഭർത്താവായ ഹേബറിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നില്ല. സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന പ്രവചനം നിറവേറാനായിരുന്നു അത്. ന്യായാധിപന്മാർ 4:9. കേന്യർ നാടോടികളായിരുന്നതിനാൽ ഹേബർ അപ്പോൾ തൻ്റെ ആടുകളെ മേയിക്കാനോ കച്ചവടത്തിനോ വിദൂര ദേശത്ത് പോയിരിക്കാം. യായേലിനെ മാത്രം എടുത്തു കാണിക്കുന്നതിലൂടെ അവൾ സ്വയം ഒരു നിർണായക പ്രവൃത്തി നിർവഹിച്ചുവെന്ന് കാണിക്കുന്നു. ഹേബറുമായുള്ള സമാധാന ബന്ധം കാരണം സിസേറ സുരക്ഷിതത്വം പ്രതീക്ഷിച്ചാണ് അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചത് എങ്കിലും യായേലിലൂടെ ഇസ്രായേലിൻ്റെ മോചനം സാധ്യമാക്കുവാൻ ദൈവം ആ അപ്രതീക്ഷിത സാഹചര്യം പ്രയോജനപ്പെടുത്തി. തൻ്റെ മക്കൾ അഭയം തേടി വരുന്ന സിസേറിയെ യായേൽ തൻ്റെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്തു. അവനെ മറയ്ക്കാൻ അവൾ ഒരു പരവതാനി കൊണ്ട് മൂടി. അയാൾ കുടിവെള്ളം ചോദിച്ചപ്പോൾ അവന് പാൽ കൊടുത്തു. ന്യായാധിപന്മാർ പുസ്തകം 4-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പാൽ വെള്ളത്തേക്കാൾ മെച്ചപ്പെട്ടതും അത് നൽകുന്നത് ഉദാരമായ ആതിഥ്യ മര്യാദയുമായിരുന്നു. അതിനാൽ അവളുടെ കൂടാരം ഹേബറിന് കൂടുതൽ വിശ്വസനീയവും സുരക്ഷിതവുമായി അനുഭവപ്പെട്ടിരിക്കാം. അവളുടെ ആ പ്രവൃത്തികൾ അവൻ്റെ ഭയത്തെ ശാന്തമാക്കി. സുരക്ഷിതത്വ ബോധത്തോടെ അവൻ വിശ്രമിച്ചു. ക്ഷീണിതനായിരുന്ന സിസേറ പാൽ കുടിച്ചത് വഴി ഗാഠനിദ്രയിലാകാൻ സഹായിച്ചു. ന്യായാധിപന്മാർ 4:21. അങ്ങനെ പാൽ നൽകിയത് പ്രത്യക്ഷമായ ഒരു ആതിഥ്യ മര്യാദയായിരുന്നെങ്കിലും അത് യായേലിൻ്റെ തന്ത്രപരമായ പ്രവൃത്തി കൂടിയായിരുന്നു. അത് അവൻ്റെ പരാജയത്തിന് കെണിയൊരുക്കി. ഉറങ്ങും മുമ്പ് സിസേറ യായേലിനോട് വീടിൻ്റെ പ്രവേശന കവാടത്തിൽ നിൽക്കാനും അകത്ത് പുരുഷനുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കള്ളം പറയാനും ആജ്ഞാപിച്ചു. ന്യായാധിപന്മാർ 4:20. അവൻ ക്ഷീണത്താൽ ഗാഠനിദ്രയിലായപ്പോൾ യായേൽ നാടോടികൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കൂടാര കുറ്റിയും ചുറ്റികയും എടുത്ത് അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്തിറങ്ങുവോളം അടിച്ചു കയറ്റി. അങ്ങനെ അവൻ മരിച്ചു. ന്യായാധിപന്മാർ 4:21. യായേൽ ഇസ്രായേലിയെ അല്ല, ഒരു കെനിയായിരുന്നു. ഹാസോർ രാജാവായ യാബിനുമായി അവളുടെ കുടുംബത്തിന് സമാധാനപരമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നിട്ടും സിസേറയെ കൊല്ലുക എന്ന അപകടം നിറഞ്ഞ ധീര നടപടി അവൾ എടുത്തത് ഇസ്രായേലിൻ്റെ ചരിത്രഗതിയെ മാറ്റിമറിച്ചു. യായേലിൻ്റെ ഈ അക്രമ നടപടിക്ക് കാരണമുണ്ട്. സിസേറ ക്രൂരനായ അതിഥിയായിരുന്നു. സൈനിക ഭീകരത ഉപയോഗിച്ച് 20 വർഷക്കാലം തൻ്റെ വംശ സുഹൃത്തുക്കളായ ഇസ്രായേലിനെ നിഷ്ഠൂരം പീഡിപ്പിച്ച സൈനിക തലവനായിരുന്നു അയാൾ. ന്യായാധിപന്മാർ 4:3. അതിനാൽ ബൈബിൾ വീക്ഷണത്തിൽ അവനെ വധിച്ചത് ഒരു സ്വകാര്യ പ്രതികാരമായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ ന്യായവിധിയുടെയും വിടുതലിൻ്റെയും ഭാഗമായിരുന്നു. കർത്താവ് സിസേറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ദെബോറായുടെ പ്രവചനമാണ് യായേൽ നിറവേറ്റിയത്. ന്യായാധിപന്മാർ 4:21. അവളുടെ കുടുംബവും യാബീൻ രാജാവും തമ്മിൽ സമാധാന നിലപാട് ഉണ്ടായിരുന്നെങ്കിലും ഇസ്രായേലിൻ്റെ ശത്രുവിനെ സംഹരിച്ചതിലൂടെ അവരുടെ ദൈവവുമായുള്ള അവളുടെ ആഴബന്ധം അവൾ പ്രകടമാക്കി. ന്യായാധിപന്മാർ 5:24 അവളെ പ്രശംസിക്കുന്നു. കേന്യനായ ഹേബറിൻ്റെ ഭാര്യ യായേൽ ആകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. ദൈവിക പരിപാലനയോടുള്ള തീര സഹകരണമായി അവളുടെ പ്രവൃത്തിയെ ഈ ദൈവനിവേശിത ഗീതം അവതരിപ്പിക്കുന്നു. ദൈവത്തിന് തൻ്റെ ഉദ്ദേശങ്ങൾ നിറവേറ്റാൻ ഒരു വിജാതീയ വനിതയെപ്പോലും ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് യായേലിൻ്റെ ധീര നടപടി വ്യക്തമാക്കുന്നു. ആധുനിക മൂല്യങ്ങൾക്കനുസരിച്ച് അവളുടെ പ്രവൃത്തി വിശ്വാസവഞ്ചനാധിഷ്ഠിത അക്രമം ആയിരുന്നു. എന്നാലും അത് ദീർഘകാല അടിച്ചമർത്തലിനെതിരായ ദൈവത്തിൻ്റെ നീതിനിഷ്ഠമായ ഇടപെടലിൻ്റെ ഭാഗമായും ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നിർണായക നടപടിയായും വിശുദ്ധ ഗ്രന്ഥത്തിൽ ചിത്രീകരിക്കുന്നു. യാബീൻ രാജാവിനെതിരായ ബാറക്കിൻ്റെ തുടർ യുദ്ധം നോക്കാം. സിസേറയെ പിന്തുടർന്ന് ബാറാക്ക് വന്നപ്പോൾ യായേൽ അവനെ കാണാൻ പുറപ്പെട്ടു. വരിക, നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം. അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു. സിസേറ ചെന്നിയിൽ മരയാണി തറച്ച് മരിച്ചു കിടക്കുന്നത് കണ്ടു. ന്യായാധിപന്മാർ 4:22. അങ്ങനെ ആ ദിവസം കനാൻ രാജാവായ യാബീനെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് കീഴ്പ്പെടുത്തി. കനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നതുവരെ ഇസ്രായേൽ ജനം അവരെ മേൽക്കുമേൽ പിടിപ്പിച്ചുകൊണ്ടിരുന്നു. ന്യായാധിപന്മാർ 4:23-24 വാക്യങ്ങൾ. സിസേറായുടെ മരണശേഷം ഉടനടി അടിച്ചമർത്തൽ അവസാനിച്ചില്ല. യുദ്ധത്തിലെ വിജയത്തിന് ശേഷം ഇസ്രായേൽ കാനാൻ രാജാവായ യാബിനെതിരെ കൂടുതൽ ശക്തമായി. സിസേറയും സൈന്യവും പരാജയപ്പെട്ടതോടെ യാബീൻ്റെ സൈനിക ഘടന തകർന്നു. അവൻ്റെ രഥങ്ങളും പരിശീലനം ലഭിച്ച സൈന്യങ്ങളും ഇല്ലാതെ ഹാസോർ രാജാവിന് ചുറ്റുമുള്ള
പ്രദേശങ്ങളുടെ മേൽ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇസ്രായേലിൽ അവൻ്റെ നേരെ കൂടുതൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ അവൻ്റെ ശക്തി നശിപ്പിക്കുകയും അവൻ്റെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ഇടപെടൽ അപ്രതീക്ഷിത വാതായനങ്ങൾ തുറന്നു തരുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ അവിടുത്തെ ജനം സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോകണം. സിസേറയുടെ പരാജയം ഇസ്രായേലിൻ്റെ വിമോചനത്തിന് തുടക്കമിട്ടെങ്കിലും അവരുടെ തുടർച്ചയായ വിശ്വസ്തതയും ധീരപരിശ്രമവുമാണ് അവരുടെ സ്വാതന്ത്ര്യ ലബ്ധിയെ പൂർണ്ണതയിൽ എത്തിച്ചത്. അങ്ങനെ ഒടുവിൽ യാബീൻ നശിപ്പിക്കപ്പെടുകയും ദേശം 40 വർഷത്തെ സമാധാനം അനുഭവിക്കുകയും ചെയ്തു. ന്യായാധിപന്മാർ 5-ാം അധ്യായം 31-ാം വാക്യം. തുടർന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ കൃതജ്ഞതയുടെയും പ്രബോധനത്തിൻ്റെതുമായ ദെബോറയുടെ ഗീതം രേഖപ്പെടുത്തുന്നു. ദെബോറയും ബാറക്കും സ്തുതിക്കുന്നത് മനുഷ്യശക്തിയല്ല, ദൈവത്തിൻ്റെ വിടുതലിനെയാണ്. ആ വിളിക്ക് ഉത്തരം നൽകിയ ഗോത്രങ്ങളുടെ ഐക്യത്തെയും ധീരതയെയും ഈ ഗാനം മഹത്വപ്പെടുത്തുകയും നിഷ്ക്രിയരായി നിന്നവരെ പ്രതി വിലപിക്കുകയും ചെയ്യുന്നു. ന്യായാധിപന്മാർ 5-ാം അധ്യായം 14 മുതൽ 18 വരെ വാക്യങ്ങൾ. വിജയത്തിൻ്റെ ഉപകരണമായി മാറിയ ജായേലിനെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നു. ന്യായാധിപന്മാർ 5:24. രക്ഷാചരിത്രത്തിൽ പ്രതിധ്വനിക്കുന്ന ഒരു പ്രാർത്ഥനയോടെയാണ് അത് അവസാനിക്കുന്നത്. കർത്താവേ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള പുതിയ സൂര്യനെ പോലെയാകട്ടെ. ന്യായാധിപന്മാർ 5:31. തുടർന്ന് രചയിതാവ് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു എന്ന് രേഖപ്പെടുത്തി ഈ വിടുതലിൻ്റെ ഫലം കൂട്ടിച്ചേർക്കുന്നു. ന്യായാധിപന്മാർ 5:31. ഇനി ദെബോറയെക്കുറിച്ചുള്ള യഹൂദ പാരമ്പര്യം നോക്കാം. ജ്ഞാനത്തിൻ്റെയും വിനയത്തിൻ്റെയും നീതിയുടെയും ഉദാത്ത മാതൃകയായി ദെബോറയെ യഹൂദ പാരമ്പര്യത്തിൽ ആദരവോടെ അനുസ്മരിക്കുന്നു. അവളെ ഇസ്രായേലിലെ മാതാവ് എന്ന് വിളിക്കുന്നു. ന്യായാധിപന്മാർ 5:7. അത് അവൾ അധികാരത്തോടെ ഭരിച്ചതുകൊണ്ടല്ല, മറിച്ച് രാഷ്ട്രത്തിൻ്റെ ആത്മീയവും ധാർമ്മികവുമായ നവീകരണത്തിൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. ഒരമ്മ തൻ്റെ കുടുംബത്തെ നയിക്കുന്നത് പോലെ ബലഹീനതയുടെയും ഭയത്തിൻ്റെയും കാലഘട്ടത്തിൽ അവൾ ഇസ്രായേലിനെ ശക്തിപ്പെടുത്തി. പുരുഷധൈര്യം ദുർബലമായ ഒരു സമയത്താണ് ദെബോറായുടെ നേതൃത്വം ഉയർന്നു വരുന്നത് എന്ന് യഹൂദ പാരമ്പര്യം എടുത്തു കാണിക്കുന്നു. ആത്മീയ അധപ്പതനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ തോറയോടുള്ള വിശ്വസ്തതയിലേക്ക് മടങ്ങാൻ ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനായി ദൈവം അവളെ ഉയർത്തി. മോശയുടെ സഹോദരി മിർയാമിനെ പോലെ പുറപ്പാടിൻ്റെ പുസ്തകം 15:20 ഇസ്രായേലിലെ മഹാപ്രവാചികകളിൽ ഒരുവളായി അവളെ കണക്കാക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പുരുഷന്മാരിലൂടെ മാത്രമല്ല സ്ത്രീകളിലൂടെയും പ്രവർത്തിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു. ഇനി കത്തോലിക്ക വ്യാഖ്യാനം നോക്കാം. കത്തോലിക്ക ധാരണയിൽ ന്യായാധിപന്മാർ 4-ാം അധ്യായത്തിലെ വിവരണം ചരിത്രപരവും മാതൃകാപരവുമാണ്. ദെബോറയാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അതുല്യ സഹകരണത്തോടെ യേശുക്രിസ്തുവിൽ നിറവേറ്റപ്പെട്ട രക്ഷയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ദെബോറയിൽ ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയുടെ മുൻനിരയിൽ ദർശിക്കാം. ഒരു പ്രവാചകയും വിമോചകയും എന്ന നിലയിൽ അവൾ ആധികാരികമായി ദൈവവചനം സംസാരിച്ചു. ന്യായാധിപന്മാർ 4:6. കൂടാതെ അവൾ ഇസ്രായേലിനെ മോചനത്തിലേക്ക് നയിക്കുന്നത് സമ്പൂർണ്ണ വിമോചകനായ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നു. ഹെബ്രായർ 1:1 മുതൽ 2 വരെ വാക്യങ്ങൾ. പരിശുദ്ധ മറിയത്തിൻ്റെ അനുസരണയുള്ള വിശ്വാസത്തെയും അവൾ മുൻനിരലാക്കുന്നുണ്ട്. ദെബോറ ദൈവത്തിൻ്റെ വിജയം പ്രഖ്യാപിക്കുമ്പോൾ ന്യായാധിപന്മാർ 4:9, 14 വാക്യങ്ങൾ. ദൈവമാതാവ് മഗ്നിഫിക്കാത്തിൽ അല്ലെങ്കിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ ദൈവത്തിൻ്റെ രക്ഷാപ്രവർത്തനം പ്രഖ്യാപിക്കുകയും അവിടുത്തെ നീതിയെയും കരുണയെയും സ്തുതിക്കുകയും ചെയ്യുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ വാക്യങ്ങൾ. മനുഷ്യ ബലഹീനതകൾക്കിടയിലും സ്വന്തം കഴിവിൽ മാത്രം ആശ്രയിക്കാതെ അനുസരണയോടെ പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിനെയാണ് ബാറക്കിൽ നാം കാണുക. അദ്ദേഹത്തിൻ്റെ വിജയം സൈനിക ശക്തിയിൽ നിന്നല്ല, മറിച്ച് കർത്താവിൽ നിന്നാണ്. ന്യായാധിപന്മാർ 4:15. ഈ വിധത്തിൽ പിതാവിനോടുള്ള അനുസരണത്തിലൂടെ പാപത്തെയും മരണത്തെയും കീഴടക്കുന്ന യഥാർത്ഥ വിമോചകനായ ക്രിസ്തുവിനെ അദ്ദേഹം മുൻനിരലാക്കുന്നു. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. ശത്രുവിൻ്റെ ശിരസിൽ ആണിയടിച്ച് നശിപ്പിച്ച ജായേൽ ഉൽപ്പത്തി 3:15 അനുസ്മരിപ്പിക്കുന്നു. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. തിന്മയുടെ തലയെ തകർക്കാൻ സഹായിച്ച സ്ത്രീയെ അവൾ മുൻനിരലാക്കുന്നു. കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ ഇത് പൂർണ്ണമായി നിവൃത്തിയാകുന്നത് പരിശുദ്ധ മാതാവ് തൻ്റെ സമ്മതം വഴി സാത്താനെതിരായ ക്രിസ്തുവിൻ്റെ സഹനബലിയിൽ സഹകരിക്കുന്നതിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. അങ്ങനെ ദെബോറ, ബാറക്ക്, ജായേൽ എന്നിവർ തിന്മയുടെ മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയമാകുന്ന പെസഹ രഹസ്യത്തിലേക്കും അതിൽ പങ്കുചേരുന്ന
പുതിയ ഹവ്വ എന്ന നിലയിൽ രക്ഷാചരിത്രത്തിൽ പരിശുദ്ധ മാതാവ് വഹിക്കുന്ന പ്രത്യേക പങ്കിലേക്കും വിരൽ ചൂണ്ടുന്നു. ദെബോറയുടെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, നേതൃത്വം ദൈവത്തിൻ്റെ ദാനമാണ്. യഥാർത്ഥ നേതൃത്വം ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നും അത് സേവനത്തിനു വേണ്ടിയാണെന്നും ദെബോറയുടെ ജീവിതം കാണിക്കുന്നു. അടിച്ചമർത്തലിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് അവൾ പ്രവർത്തിച്ചിരുന്നത്. നമുക്ക് തിന്മയുടെ ഇരുമ്പ് രഥങ്ങളെ നേരിടേണ്ടി വരുമ്പോഴും ദൈവത്തിന് തന്നിൽ ആശ്രയിക്കുന്ന സാധാരണക്കാരിലൂടെ പ്രവർത്തിക്കാൻ കഴിയും എന്നത് കാണിക്കുന്നു. 2, പ്രവർത്തിക്കുന്നതിന് മുൻപ് ദൈവഹിതം തേടണം. ഒരു പ്രവാചക എന്ന നിലയിൽ സംസാരിക്കുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ മുൻപ് ദെബോറ ആദ്യം ദൈവത്തെ ശ്രവിച്ചു. ന്യായാധിപന്മാർ 4 മുതൽ 6 വരെ വാക്യങ്ങൾ. കുടുംബത്തിലെയോ സഭയിലെയോ സമൂഹത്തിലെയോ യഥാർത്ഥ നേതൃത്വം പ്രാർത്ഥനയിലും വിവേചനത്തിലും ആരംഭിക്കണം. 3, പ്രതിസന്ധിയിൽ ധൈര്യം. പ്രവർത്തിക്കേണ്ട നിമിഷം തിരിച്ചറിഞ്ഞ് ദെബോറ ബാറക്കിനോട് പ്രഖ്യാപിച്ചു, മുന്നേറുക, കർത്താവ് സിസേറിയ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണ് ഇത്. ന്യായാധിപന്മാർ 4:14. അവളുടെ ധൈര്യസമേതയുള്ള നിർദ്ദേശം വിശ്വാസത്തിൽ വേരൂന്നിയതായിരുന്നു. ദൈവം തന്നെ പ്രവർത്തിക്കുവാൻ വിളിക്കുമ്പോൾ സാഹചര്യം മുന്നോട്ടാണെന്ന് തോന്നിയാലും നാം വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങണം. 4, എളിമയുള്ളതും പ്രോത്സാഹജനകവുമായ നേതൃത്വമാണ് ആവശ്യം. ദെബോറ അഹങ്കാരമില്ലാതെ അധികാരം പ്രയോഗിച്ചു. ന്യായാധിപന്മാർ 4:5. അവൾ മറ്റുള്ളവരെ, പ്രത്യേകിച്ച് ബാറക്കിനെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിന് മഹത്വം നൽകുകയും ചെയ്തു. ക്രിസ്തീയ നേതാക്കൾ മറ്റുള്ളവരെ ദൈവനിയോഗപ്രകാരം പ്രചോദിപ്പിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ അത് ആധിപത്യം സ്ഥാപിക്കാനല്ല. 5, ദൈവിക പദ്ധതിയിലെ സഹകരണം. ദെബോറ, ബാറക്ക്, ഗോത്രങ്ങൾ, ജായേൽ എന്നിങ്ങനെ പലരിലൂടെയാണ് വിജയം കൈവന്നത്. ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിലെ പങ്കിട്ട ഉത്തരവാദിത്വത്തിലൂടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വികസിക്കുന്നത്. 6, വിജയം കർത്താവിൻ്റേതാണ്. സിസേറയ്ക്ക് വലിയ സൈനിക ശക്തി ഉണ്ടായിരുന്നെങ്കിലും ശത്രുവിനെ പരാജയപ്പെടുത്തിയത് കർത്താവാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം. നമ്മുടെ പങ്ക് വിശ്വസ്തതയും വിജയം ദൈവത്തിൻ്റേതുമാണ്. 7, അനുഗ്രഹങ്ങൾക്ക് ശേഷം വിശ്വസ്തത പുലർത്തുക. ഇസ്രായേൽ 40 വർഷക്കാലം സമാധാനം ആസ്വദിച്ചു. ന്യായാധിപന്മാർ 5:31. എന്നാൽ സമാധാനം നിലനിർത്താൻ തുടർച്ചയായ വിശ്വസ്തത ആവശ്യമാണ്. വിടുതൽ ലഭിച്ചതിന് ശേഷവും ദൈവത്തോട് നന്ദിയുള്ളവരും പ്രതിജ്ഞാബദ്ധരുമായിരിക്കുവാൻ ദെബോറ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. ജനത്തെ ജ്ഞാനത്തോടെ വിധിക്കാനും ധീരതയോടെ നയിക്കാനും ദെബോറയെ തിരഞ്ഞെടുത്ത ദൈവമേ, അവളുടെ ആ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിൽ അങ്ങയുടെ ശബ്ദം ശ്രവിക്കുവാനും തദനുസരണം ജീവിക്കാനും ഞങ്ങളെ അങ്ങ് വിളിക്കുമ്പോൾ ധീരതയോടെ പ്രവർത്തിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ സഭയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നയിക്കുന്ന എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ യഥാർത്ഥ വിമോചകനായ ക്രിസ്തുനാഥ, ഞങ്ങളുടെ സമൂഹത്തിൽ വിമോചനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ആമേൻ.